ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ എങ്ങനെയാണ് ഈ അസോള പാക്ക് ചെയ്യുന്നത്, അസോളയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്ന അസോള എങ്ങനെ പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അസോള പാക്കിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം, ഇതുപോലുള്ള കവറുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, നീളമുള്ള കവർ. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് ഇടുക. ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, അതായത് ഇതുപോലത്തെ ഒരു കവർ എടുക്കാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റി ഇടുക. ഇട്ടതിന് ശേഷം ഇതിൽ മാക്സിമം ഇങ്ങനെ കമത്തി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമില്ലാത്ത വെള്ളം പോകും. ഓക്കെ, അങ്ങനെ വെള്ളം എല്ലാം കളയാൻ, അങ്ങനെ വെള്ളമെല്ലാം കളഞ്ഞതാണ് ഇത്രയും. ഓക്കെ, നമുക്ക് ഈ ആഴ്ച കൊറിയർ കൊടുക്കാനുള്ളതാണ് ഇത്രയും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് കളഞ്ഞ് അല്ല കുറേ സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പോകും. ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യുക, സീൽ ചെയ്യുക. നമ്മൾ ഈ സീൽ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതിനെ ഇവിടെയും കുറച്ച് ന്യൂസ് പേപ്പർ ഇടും. കാരണം നമ്മൾ ന്യൂസ് പേപ്പർ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നമ്മൾ ഹ്യൂമിഡിറ്റി ഇതിനെ ആവശ്യമാണ്. വെള്ളത്തിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ബട്ട് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്താണ് പാക്ക് ചെയ്യുന്നത്. സോ ആ സമയത്ത് ഇതിൻ്റെ അകത്ത് ഓവർ ഹ്യൂമിഡിറ്റി വരുമ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആവശ്യമാണ്. പക്ഷേ ഓവർ വെള്ളമായി കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ സെൽസ് ടർജിഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലുണ്ട്. ടർജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് നശിക്കും. സോ അങ്ങനെയാണ് പലരും അയക്കുമ്പോൾ ചീത്തയായി പോകാറുള്ളത്. സോ അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതിലുള്ള മാക്സിമം ഹ്യൂമിഡിറ്റി കളയുക. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു ന്യൂസ് പേപ്പറും കൂടെ എല്ലാത്തിനും ഞാൻ എടുത്ത് വയ്ക്കും. അങ്ങനെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് ഓവർ ഹ്യൂമിഡിറ്റി വരാതെ പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ പിടിച്ച് വയ്ക്കും. ചെടിക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് ചെടിക്ക് വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ചെയ്യാനുള്ള കാര്യം. പിന്നെ അതിനുശേഷം നിങ്ങൾ ഈ കൊറിയർ അയക്കുന്നപ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം നല്ല പ്ലാന്റ് നോക്കി എടുക്കുക. ഓവർ അതിൽ വേറെ കിരിയുന്ന ഓവർ നിറച്ച് വേറെ ആവശ്യമില്ലാതിരിക്കുന്ന ചില പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റിൻ്റെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കിട്ടാതിരിക്കാനുള്ളൊരു ചാൻസ് പല സമയത്തും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന അസോള കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇതിലെന്നാണ് നമ്മൾ എടുത്തത്. ഇതിൽ മൊത്തം നിറച്ച് അസോള ഉണ്ട്, കണ്ടാൽ അറിയാം. ഇപ്പോൾ നമ്മൾ ഇതിലെല്ലാത്തിലും അസോള ഇന്ന് ഉണ്ടായിരുന്ന അസോള എല്ലാം എടുത്തു. ഇനി നമുക്കടുത്ത് വീണ്ടും അടുത്ത ആഴ്ച ആകുമ്പോൾ നിറയും. ഇതിൽ മാത്രമല്ല, നമ്മളതിൽ സ്റ്റോക്ക് നമ്മൾ ഒന്നിൽ വെച്ചിരിക്കുക, എല്ലാത്തിലും ഒരിക്കലും എടുക്കില്ല. അതിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അസോള സെയിലിന് വേണ്ടി എടുക്കാറുള്ളത്. താല്പര്യത്തോട് കോൺടാക്ട് ചെയ്യുക. അസോള പ്രത്യേകം നമുക്ക് കോഴിക്ക് നല്ലൊരു ഫീഡാണ്. നിങ്ങൾക്ക് കോഴികൾ ചിലർക്ക് മുട്ട കൊത്തി കുടിക്കാറെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമുക്കൊരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അസോള പാക്ക് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള അസോള ഓർഡർ ചെയ്യുക. 9809806874 എന്നുള്ള വാട്സപ്പ് നമ്പറാണ്. ആ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് അസോളെന്ന് മെസ്സേജ് അയക്കുക, നമ്മൾ അയക്കുന്നതായിരിക്കും. കഴിഞ്ഞൊരു വീക്കിലുള്ള കുറച്ച് ഓർഡേഴ്സ് നമുക്ക് ഡിലേ ആയിരുന്നു, ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അതെല്ലാം ഈ ആഴ്ച നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അയക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു വഴികളിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ.